ഇസ്രായേൽ ശക്തമായ നിലപാടുമായി അല്ലെങ്കിൽ നേതാക്കളെ വധിക്കും എന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ 24,000-ഓളം സാധാരണക്കാരായ മനുഷ്യരെ കൊന്നതിന് ശേഷമാണ് ഇപ്പോൾ അവിടെയും ഇവിടെയുമായി ഓരോരോ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ കൊല്ലുന്നത്. ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ്, ഹമാസിന്റെ ഉപമേധാവി, അതുപോലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവ് തുടങ്ങിയവരൊക്കെ കൊല്ലപ്പെടുകയാണ്. പക്ഷെ അതേസമയം ഇസ്രായേൽ ഇന്നലെ 8,000-ഓളം ഹമാസിന്റെ ആളുകളെ കൊന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ 100 കണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഹമാസ് അയച്ച് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പ്രവർത്തനത്തിലൂടെ കാണിച്ചു. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നത് അതുതന്നെയാണ്. ഹിസ്ബുള്ള ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിതമായ അജണ്ടയാണ്. അതിൽ ഒരു സംശയവുമില്ല. ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ധം കാലങ്ങളോളം നീണ്ടേക്കാം എന്ന്.